നീണ്ട കാലത്തെ ചൈനീസ് ബന്ധം പാകിസ്ഥാൻ ഒഴിവാക്കുകയാണ്. ചൈനയെ ഒരർത്ഥത്തിൽ മൊഴിചൊല്ലാൻ തയ്യാറെടുക്കുകയാണ്. ട്രിപ്പിൾ തലാഖ് എന്നൊക്കെ പറയുന്നത് പോലെ ഈ അമേരിക്കയുമായിട്ട് പകരം ഒരു രണ്ടാം കെട്ടിന് തയ്യാറാകുകയാണ് പാകിസ്ഥാൻ. അമേരിക്കയിൽ നിന്ന് വ്യോമ പ്രതിരോധ സംവിധാനം ചൈനയെ ഒഴിവാക്കി വാങ്ങാനാണ് പാക് നീക്കം. എന്നാണ് സാർ ഇതിന് കാരണം? ഇത് വാസ്തവത്തിൽ ഇതിൻ്റെ രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, ഈ പറഞ്ഞത് ശരിയാണ്. അവരുടെ മന്ത്രിയായിട്ടുള്ള മുസാദിഖ് മാലിക് അമേരിക്കയിൽ ചെന്ന് കേണ് പറഞ്ഞതാണ്. ഇപ്പോൾ ഓരോ രാജ്യങ്ങളോട് ഓരോന്ന് കെഞ്ചിക്കൊണ്ടിരിക്കുക അവർ. ഇപ്പോൾ ഇന്ത്യയോട് കെഞ്ചിയത് സിന്ധു നദീജലം തരണം, വരൾച്ചയാണ്, രക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. അമേരിക്കയിൽ ചെന്ന് പറഞ്ഞത് കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ, ഇന്ത്യക്കാർ 8 വിമാനങ്ങളും 400 മിസൈലുകളും അയച്ചത്. ഞങ്ങളുടെ ജനങ്ങൾ മുഴുവൻ മരിച്ചു പോയി. അതെ, ഓപ്പറേഷൻ സിന്ദൂറിൽ ഞങ്ങളുടെ ജനങ്ങൾ മുഴുവൻ മരിച്ചു പോയി. ഞങ്ങൾക്ക് കുറച്ച് ആയുധങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടതെന്ന് വീരവാദം പറഞ്ഞു. വാസ്തവത്തിൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു സൈനികൻ അവരുടെ ഏതെങ്കിലും ഒരു സിവിലിയൻ ടാർഗറ്റ് ലക്ഷ്യം വെച്ചില്ല. അതെ, ഇത് സാധാരണ പൗരന്മാർക്ക് ഒരാപത്തും പറ്റിയിട്ടില്ല. അതെ, ഒന്നാമത്തെ ഓപ്പറേഷന് ശേഷം 3 ഓപ്പറേഷനുകളാണ് നടന്നത്. അതെ, അതിൽ ഒന്നാമത്തെ ഓപ്പറേഷന് ശേഷം അല്ലെങ്കിൽ ഓപ്പറേഷൻ്റെ 1ാം ഘട്ടത്തിന് ശേഷം വ്യക്തമായിട്ട് തുറന്നു പറഞ്ഞു, നിങ്ങളുടെ മുഖം രക്ഷിക്കാൻ നിങ്ങൾക്കിപ്പോൾ സമയമുണ്ട്, നിങ്ങൾക്കിപ്പോൾ പോയാൽ നിങ്ങളുടെ അഭിമാനം രക്ഷിക്കാം, ഇനി അടുത്ത എന്തെങ്കിലും തിരിച്ച് ചെയ്യാൻ വന്നാൽ തകർത്ത് കളയും, നാണം കെട്ടുപോകും. ഇന്ത്യ വാൺ ചെയ്തത് ഇതാണ്. ഇതാണ് രാഹുൽ ഗാന്ധി ഘോഷിച്ചുകൊണ്ട് ഇന്ത്യ നേരത്തെ വിവരം ചൊല്ലി. എടാ, ഇനി അടികൊള്ളണ്ടായെങ്കിൽ നീ പോ നമ്മൾ പറയാറില്ലേ? അതെ, അടുത്തതിന് പുറത്തിട്ടൊരു തൊഴിയും ചോദിച്ചാൽ അവനെ വീഴ്ത്തുക ചെയ്തേ. അത് വരണ്ടായെങ്കിൽ നീ പോകുന്നാണ് പറഞ്ഞത്. നിനക്ക് ആശുപത്രി പോകേണ്ടി വരുമെന്ന്. ഇപ്പോൾ ആശുപത്രി അമേരിക്ക ആവുന്ന ആശുപത്രി പോയിരിക്കുക. അവിടെ പോയിട്ട് എന്താ പറയുന്നത്, നിങ്ങളുടെ അത്യന്താധുനിക സൗകര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് തരണം. എന്തുവാ ഏതാണെന്ന് ഒരു പിടിയില്ല. ഇതൊന്നും അന്വേഷിക്കാതോ ചർച്ച ചെയ്യാതെ പോയത്. ഇവിടെയാണ് പ്രശാന്ത ഇന്ത്യയുടെ വ്യത്യാസം. വളരെ വർഷങ്ങളായിട്ട് ഇതുപോലൊന്ന് സംഭവിച്ചാൽ നമുക്ക് നേരിടാൻ പര്യാപ്തമായ ആയുധങ്ങൾ ഏത്? നമ്മൾ വെൽ സ്റ്റഡീഡായിട്ട്, അതാണ് കാലിബ്രേറ്റഡ് ആക്ഷൻ എന്ന് പറയുന്നത്. കാലിബ്രേറ്റഡായിട്ട് പാകിസ്ഥാൻ്റെ കൈവശമുള്ള ആയുധങ്ങൾ എന്താണ്? അതാണ് SQ-9, SQ-16, SQ-9B ആണ് കേട്ടോ, HQ-9B, അതുപോലെ തന്നെ HQ-16 തുടങ്ങിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് അവരുടെ കയ്യിലുള്ളത്. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി എന്ത് സംവിധാനം? അങ്ങനെയാണ് നമ്മൾ ബ്രഹ്മോസിൻ്റെ ആത്മനിർഭർ ഭാരത് പതിപ്പ് ഇറക്കിയത്. ഇവൻ പോകുന്ന വഴി ഏതാണെന്ന് പോലും ഈ ചൈനീസ് നിർമ്മിതമായിട്ടുള്ള സംവിധാനങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അത് കണ്ടെത്താനേ കഴിഞ്ഞില്ല. ചൈനീസ് വ്യോമ പ്രതിരോധം സമ്പൂർണ്ണമായും പരാജയമാണ് എന്ന് അതിനിപ്പോൾ ലോകത്തിന് മനസ്സിലായി. നമ്മുടെ സാമാന്യ ബുദ്ധി കൊണ്ട് പറയുന്നത് ഇത്. എന്നിട്ടാണ് ചില യുദ്ധ വിദഗ്ധന്മാർ ഇതെങ്ങനെയായിരുന്നു വേണ്ടി എന്നില്ല, നേരത്തെ തന്നെ പറയണമായിരുന്നു, നേരത്തെ തന്നെ നമ്മൾ ഇവരുടെ വ്യോമ പ്രതിരോധ സംവിധാനമൊക്കെ തകർക്കണമായിരുന്നു, അതിനുശേഷമേ നമ്മൾ ഭീകരത്താവളങ്ങൾ തകർക്കാൻ പോകേണ്ടി വരൂ. വിവരമില്ലാതെ പറയുന്നത്. നമ്മളെടുത്ത നടപടിയെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. നമ്മളത് തകർത്ത് കഴിഞ്ഞാലും പാകിസ്ഥാൻ എത്ര ജാഗരൂകരായിരുന്നാലും അവരുടെ HQ-9B കൂടെയും HQ-16 കൂടെയും നിവർത്തിപ്പിടിച്ചാലും നമ്മുടെ ബ്രഹ്മസിൻ്റെ തേജസ്ഫുരണം അതിനെ ഭേദിച്ചുകൊണ്ട് ചെയ്യേണ്ട നാശം ചെയ്യേണ്ടിടത്ത് ചെയ്തിരിക്കും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രതിരോധം കൃത്യമായിട്ട് പ്രിസിഷനോട് കൂടി കാലിബ്രേറ്റഡ് അടിച്ചപ്പോൾ കൊണ്ടത് പാകിസ്ഥാൻ. ഘട്ടം ഘട്ടമായിട്ട് അടിച്ചു കൊന്നു വീണുപോയി. അതാണ് മാത്രമല്ല സാർ, ഈ അതാണ് പ്രശാന്ത യുദ്ധതന്ത്രം എന്ന് പറയുന്നത്. അതാ പാകിസ്ഥാൻ അതറിയില്ല. അവർക്ക് വികാരപ്രകടനം, ഹിന്ദുവിരുദ്ധ വികാരപ്രകടനം, അതുകൊണ്ടൊന്നും യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്ന് തെളിയിച്ചു കൊടുത്തു നമ്മൾ. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. സാർ, ഈ ചൈന കൊടുത്ത വിമാനങ്ങൾ, ഇപ്പോൾ J-10, J-16 എന്നൊക്കെ പറയുന്ന ഇനത്തിലുള്ള വിമാനങ്ങൾ, ഈ സ്റ്റെൽത്ത് വിമാനങ്ങളാണ്, 4ാം തലമുറ 5ാം തലമുറയാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഒരെണ്ണത്തിന് പോലും ഇന്ത്യൻ അതിർത്തി കടക്കാൻ സാധിച്ചില്ല. അതേസമയം അമേരിക്കയ്ക്കും തിരിച്ചടി കിട്ടി. അമേരിക്കയുടെ F ഇനത്തിൽപ്പെട്ട വിമാനങ്ങൾ, അതിനും ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ അത് ഉപയോഗിക്കാൻ ശ്രമിച്ചപ്പോഴും അതിനെയും നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്ത് കളഞ്ഞു. അതാണ് ട്രംപിന് ഇത്ര ദേഷ്യം. എന്നിട്ടും ഈ പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് ചൈനയുടെയും അമേരിക്കയുടെയും യുദ്ധവിമാനങ്ങൾക്ക് നാശമുണ്ടാക്കാൻ നമ്മുടെ സംവിധാനത്തിന് കഴിഞ്ഞു, എന്നിട്ടും പാകിസ്ഥാൻ ചൈനയെ കൈവെടിഞ്ഞ് അമേരിക്കയുടെ പുറകെ പോയിരിക്കുകയാണ്? എന്തായിരിക്കും സാർ അതിന് കാരണം? അമേരിക്ക ഇപ്പോൾ എഫിൻ്റെ തന്നെ പഴയ മോഡലാണ്. F-35 എന്ന് പറയുന്ന പുതിയ
അപ്പടെ ഈ 5ാം തലമുറയിൽപ്പെട്ട വിമാനമാണെന്നൊക്കെയാണ് പറയുന്നത്. പുതിയത് വാങ്ങിക്കാൻ വല്ലതും കാശുണ്ടോ? അപ്ഡേറ്റഡ് വെർഷൻ കാശ് വല്ലതും ഉണ്ടോ? കൊടുക്കാൻ പൈസ വേണ്ടേ കയ്യിൽ? അപ്പോൾ അവിടെ അതിനുള്ള കടവും അമേരിക്ക തന്നെ കൊടുക്കും. അല്ല, ആട്ട കൊടുക്കാൻ പോലും പണമില്ല. ഇത് വേൾഡ് ബാങ്ക് അല്ലേ കൊടുക്കുന്നത്? അത് സാങ്ഷനായി വന്നിട്ടേ ഉള്ളൂ. ഇനി അവിടെ കിട്ടി അവരത് വാങ്ങിക്കും. നേരെ ആളുകളെ പട്ടിണിക്ക് ഇത് കൊന്നിട്ട് ഇത് വാങ്ങിക്കാൻ തയ്യാറാണ്. എന്നാലും ഈ വിമാനം വാങ്ങും. അതാണല്ലോ പിന്നെ അവരുടെ ഒരു നയം, അങ്ങനെയാണല്ലോ. എന്നാലും നമുക്ക് പട്ടിണി കിടന്നാലും പകരം വെടിയുണ്ടകളാണ്. പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, കാഫിറിനെ നമുക്ക് കൊന്നുകളയണം എന്നുള്ളതാണ് അവരുടെ ഒരേ ഒരു ഐഡിയോളജി. അതിനപ്പുറം ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അവർ പോയിട്ട് മോൻ ചത്താലും വേണ്ടില്ല, മരുമോളുടെ കണ്ണീര് കാണണമെന്ന് പറയുന്നത് അമ്മായിയമ്മയുടെ സ്വഭാവം യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. അവർക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, അവരെല്ലാം സ്വർഗത്തിലേക്ക് പോകും. അവിടെ വീരസ്വർഗമാണല്ലോ. അവിടെ പോയാൽ കഴിഞ്ഞാൽ എല്ലാ ഹൂറികളുടെയും നരകമാക്കുക എന്നുള്ളതാണ് അവരുടെ, ബ്ലീഡ് ചെയ്യുക ത്രൂ 1000 ഗട്ട്സ് എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ എന്തായാലും ശരി, അപ്പോൾ ഇതൊന്ന് തരാൻ പൈസയുണ്ടോ? അതില്ല. അതുകൊണ്ടാണ് ഈ കാല് പിടിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ മറ്റേ രാജ്യം സന്തോഷപൂർവ്വം കൊടുക്കും. ഏത് രാജ്യമായാലും സാധനം കൊടുക്കും, കാശ് കൊടുക്കാനില്ല. പ്രശാന്തെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചൈന ഇതുകൊണ്ടാണ് ഇതുവഴി ഒഴിഞ്ഞത്. അപ്പോൾ ഇനി വേണം SQ, അതിൻ്റെ അടുത്ത സീരീസ് അവർ ഡെവലപ്പ് ചെയ്യും. അത് വേണമെന്ന് ഇനി ഇവർ ആവശ്യപ്പെടും. അതിന് പൈസ കൊടുക്കാനുണ്ടോ? അതില്ല. ബോസം ഫ്രണ്ട് ആയതുകൊണ്ട് ചൈനയുടെ കടം ചോദിക്കും, ഞങ്ങൾ പിന്നെ തരാം, ഇപ്പം ഞങ്ങൾക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞ് കടം കൊടുത്ത് ആ കടം എന്തെങ്കിലും തിരിച്ച് വീട്ടാൻ പറ്റുമോ? അവർക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഇന്ത്യ ലോകത്തിലെ വികസിത രാജ്യമാകാൻ പോകുന്ന 2047 എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ അസ്തമനത്തിൻ്റെ ദിനങ്ങളായിരിക്കും. അതിനു മുമ്പ് തന്നെ കഥ തീരും. അത്ര വരെ ഓടത്തില്ല. അതുപോലെയാണ് ഇപ്പോൾ ഇതിൻ്റെ സാമ്പത്തിക സ്ഥിതി, അസ്വസ്ഥത എല്ലാം പടർന്ന് പന്തലിക്കുകയാണ്. അത് പല കഷ്ണങ്ങളായിട്ട് അത് തകർന്ന് തരിപ്പണമോ, ഗോളാന്തര സ്ഫോടനം പോലെ പല കഷ്ണങ്ങളായിട്ട് തകർന്ന് തരിപ്പണമാകുന്ന ഒരു നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോൾ അതുകൊണ്ട് ചൈന ബുദ്ധിപൂർവ്വം ഇതൊരു വലിയ ബാധ്യതയാകുമെന്ന് മനസ്സിലാക്കി. കാരണം ഇവരെ സഹായിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ കണ്ടു എന്ന് ചൈനയ്ക്ക് ബോധ്യമായി. ചൈനയുടെ ഗ്രോത്ത് ഒരു ലെവലെത്തി നിൽക്കുക. പക്ഷേ ഇന്ത്യയെ അടിക്കാൻ എല്ലാ കാലത്തും പാകിസ്ഥാൻ എന്ന വടിയെ ചൈന ഉപയോഗിച്ചിരുന്നു. ഇനിയും അത് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ചൈന ഈ ജവഹർലാൽ നെഹ്റുവിൻ്റെ തെറ്റായ നയങ്ങൾ കൊണ്ട് സംഭവിച്ചതല്ലേ, തെറ്റായ നയങ്ങൾ കൊണ്ട് സംഭവിച്ച സംഭവങ്ങളല്ലേ. അതിന് നമ്മൾ പറഞ്ഞിട്ടൊരു കാര്യമില്ല. ചൈന ഏറ്റവും നല്ല സുഹൃത്തായിട്ട് വരുമായിരുന്നു. നമ്മൾ സംസ്കാരം കൊണ്ട് ഒന്നാണ് പ്രശാന്ത്. ആ സംസ്കാരം എന്ന് പറയുന്നത് നെഹ്റുവിന് പുച്ഛമാണ്, സോഷ്യലിസമാണ്. അപ്പോൾ അതുകൊണ്ട് ആ സോഷ്യലിസം നമ്മളെ രക്ഷിച്ചോളും, കമ്മ്യൂണിസം നമ്മളെ രക്ഷിച്ചോളും. പിന്നെ സോവിയറ്റ് യൂണിയനുമായിട്ട് ഉണ്ടായ സ്ഥലത്ത് തന്നെ അതിന് നിലനിൽക്കാൻ പറ്റുന്നില്ല. സോവിയറ്റ് യൂണിയനുമായിട്ട് കൂടുതൽ അടുക്കാൻ തുടങ്ങി. അടുത്തത് പതുക്കെ ആ സമയത്ത് തന്നെ ചൈനയും റഷ്യയും തമ്മിൽ അകന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിരുകളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, മാനസികമായി ഐഡിയോളജിക്കലായിട്ട് ആശയപരമായിട്ട് അകന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ തമ്മിലായി പോയി അന്തർസംഘർഷം. അപ്പോൾ അങ്ങനെ വന്ന ഒരു ഘട്ടത്തിൽ സോവിയറ്റ് യൂണിയനോട്ട് ചേർന്ന് അവിടുത്തെ പ്ലാനിങ് ഇവിടെ നടപ്പാക്കുന്നു. എല്ലാവിധത്തിലും ഒരു കമ്മ്യൂണിസ്റ്റ്, സോവിയറ്റ് ചേരിയിലുള്ള കമ്മ്യൂണിസ്റ്റായിട്ട് നെഹ്റു മാറിക്കഴിഞ്ഞപ്പോഴാണ് ചൈനയ്ക്ക് ദേഷ്യം വന്നത്. ചൈനയുടെ കാര്യങ്ങൾ പറഞ്ഞ് ചൗലായി എന്ന് പറഞ്ഞാൽ പഞ്ചശീല തത്വങ്ങൾ ഇവിടെ വന്ന് ഇന്ത്യയിൽ വന്നിട്ടാണ് പഞ്ചശീല തത്വങ്ങൾ പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇന്ത്യയോട് വെറുപ്പുണ്ടാകാൻ യാതൊരു കാര്യവുമില്ല. കൊളോണിയസത്തിന് എതിരെ ഫൈറ്റ് ചെയ്ത് നിലവിൽ വന്ന രാജ്യമാണ്. ആ ചൈനയോടായിരുന്നു ഇന്ത്യ. നെയ്ബർ ഫസ്റ്റ് എന്നുള്ളതാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ പോളിസി. നെയ്ബർ ഫസ്റ്റ്, നെയ്ബർഹുഡ് ഫസ്റ്റ്. ആ രീതിയിലൊരു പോളിസി അല്ല. നേരെ അദ്ദേഹം അമേരിക്കയിൽ പോയി. ആ സമയത്താണല്ലോ യുദ്ധം ഉണ്ടായത്. അവിടെ ഇരുന്നുകൊണ്ട് ചാർജ് എന്ന് അദ്ദേഹം ഓർഡർ ചെയ്തു. ഇന്ത്യയുടെ പ്രതിരോധ സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാതെയാണ്. അതേസമയം നരേന്ദ്രമോദി ഇതെല്ലാം ശരിയായിട്ട് പഠിച്ച് എന്തുകൊണ്ട് നമുക്ക് പാകിസ്ഥാനെ തോൽപ്പിക്കാൻ പറ്റും അത് കണ്ടുപിടിച്ച് അത് കാശ് കൊടുത്ത് വാങ്ങിച്ചു. ആ റഫാൽ വാങ്ങിയപ്പോഴാണ് ഇല്ലാത്ത ബഹളമെല്ലാം. അതെ, എനിക്ക് തോന്നുന്നു അദ്ദേഹം അതിബുദ്ധിമാനാണ്. കാരണം റഫാൽ വന്നാൽ ഇന്ത്യ ജയിക്കും, ക്രെഡിറ്റ് മോദിക്ക് പോകും. അപ്പോൾ ഇന്ത്യ ഒന്ന് തോറ്റു കാണണം. അദ്ദേഹത്തിൻ്റെ പ്രപിതാമഹൻ്റെ കാലത്തെ പോലെ ഒന്ന് തോറ്റു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റ് എല്ലാം ഡിസ്ക്രെഡിറ്റായിട്ട് മാറും. എനിക്ക് ആ പ്രധാനമന്ത്രി കസേരയിൽ കയറിയിരിക്കാമെന്നുള്ള കാഞ്ഞ ബുദ്ധിയാണോ അതോ ഏറ്റവും നീച ബുദ്ധിയാണോ ഇദ്ദേഹത്തിൻ്റെ എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും അതിന് മാത്രം ബുദ്ധിയൊന്നുമില്ല എനിക്ക് കണ്ടുപിടിക്കാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.